ഹലോ അപ്പം മക്കളെ നമ്മുടെ മൂന്നാമത്തെ എക്സാം അല്ലടാ മൂന്നാമത്തെ എക്സാമും കഴിഞ്ഞിട്ടുണ്ട്. കെമിസ്ട്രി വരുമ്പോൾ തന്നെ കുട്ടികൾ പറഞ്ഞതെന്ന് വെച്ചാൽ അടിപൊളിയായി സാറേ, കിടിലനായിട്ട് എക്സാം ഉഷാറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ റിവ്യൂ എടുക്കാൻ വേണ്ടി പോവാണ്. സോ ആരാ എങ്ങനെയുണ്ട് എക്സാം എങ്ങനെയുണ്ടായിരുന്നു? സി ആണ് നമ്മോട് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എളുപ്പമായിരുന്നു. കോമൺ ആയിട്ട് നല്ല എളുപ്പമായിരുന്നു. അതെല്ലാം എല്ലാവർക്കും നല്ല എളുപ്പമാകുമോ എക്സാം? നല്ല എളുപ്പമായിരിക്കും. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ട് വെച്ച്, പിന്നെ നമുക്കൊരു പാഠത്തിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. നല്ല ഹാപ്പി ആയി. ഫുൾ മാർക്ക് ഉണ്ടാവും. നമ്മുടെ റിവിഷൻ പ്ലാൻ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റിവിഷൻ പ്ലാൻ നല്ലതായിരുന്നു. നമ്മളോട് ഫാക്കൽറ്റീസ് വന്നിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും എന്നൊക്കെ നമ്മളോട് പറഞ്ഞായിരുന്നു. അപ്പൊ അതൊക്കെ വന്നു. നല്ല സന്തോഷമുണ്ട്. അപ്പൊ അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ലാസ്റ്റ് ഡേ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷിന്റെ എക്സാം കഴിഞ്ഞ് നമ്മൾ ഇതിനെ പ്ലാൻ ചെയ്തു. എക്സാം ഓരോ സ്ലോട്ട് കൊടുത്തു. പിന്നെ നമ്മൾ റിവിഷനിലേക്ക് വന്നു, ക്വിക്ക് റിവിഷനിലേക്ക് വന്നു. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അത് നന്നായിട്ട് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു. സാറാണ് ചെയ്ത് എല്ലാം പറഞ്ഞു തന്നെ. നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു ഞങ്ങള്. കാരണം കുറച്ച് സമയം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാ എക്സാംസിനും ലാംഗ്വേജിനാണെങ്കിൽ പോലും 2-3 ദിവസമുണ്ട്. പക്ഷേ കെമിസ്ട്രിക്ക് മാത്രം ഒരു ദിവസമേ ആയുള്ളൂ. പക്ഷെ ഞങ്ങൾ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്തു. ഉറക്കമൊക്കെ കളഞ്ഞു. പക്ഷെ നല്ല റിസൾട്ട് തന്നെ കിട്ടി. നല്ല റിസൾട്ട് പൊതുവെ നന്നാവും അല്ലേ? ഫുൾ മാർക്ക് ഉണ്ടാവും. അപ്പൊ സി ഉണ്ടാവും ഫുൾ മാർക്ക് ആയിട്ട്. ഒരു ഫുൾ മാർക്ക് ആയിട്ട് ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ സി ഉണ്ടാവും അല്ലേ? ഓക്കെ, ഷുവർ. നെക്സ്റ്റ് നമുക്ക് കുറെ ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ദിയ എങ്ങനെയുണ്ട് എക്സാം? എങ്ങനെയുണ്ട് ദിയ? ഞാൻ രണ്ടുപേരും കൂടി പറഞ്ഞോളൂ. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു? അടിപൊളിയായിരുന്നു? എല്ലാം എഴുതി ഒന്നോ? ഇതങ്ങനെ ചിരിക്കുടിക്കാണ് കേട്ടോ. ദേവനന്ദ, അപ്പൊ എങ്ങനെയുണ്ട് എക്സാം? അടിപൊളിയായിട്ട് ഫുൾ എഴുതി, എല്ലാം എഴുതി, ഓപ്ഷനും ഫുൾ എഴുതിയോ? അയ്യോ, ഫുൾ എഴുതിയല്ലോ. ആണോ? ഫുൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? പൊതുവെ എല്ലാ മക്കൾക്കും ഈസി തന്നെ ആയിരിക്കുമോ എക്സാം? പ്രീവിയസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈസി ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ റിവിഷൻ പ്രോഗ്രാം ഒക്കെ എങ്ങനെ ഹെൽപ്പ് ചെയ്തത്? നല്ല ഹെൽപ്പ് ചെയ്തു. 3-4 വട്ടം റിവിഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓർമ്മയെ വരും. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മക്കള് പുറത്തുള്ള പിന്നെ ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളിലല്ല, പുറത്തൊക്കെ പഠിക്കുന്ന കുട്ടികൾ റിവൈസ് ചെയ്യാന്നുള്ള എക്സാമിന് പ്രധാനപ്പെട്ട ഒരു കാര്യം. നീറ്റിലേക്ക് പോകുമ്പോഴും തന്നെ ഓർമ്മ വേണേ റിവൈസ് ചെയ്യുക, റിവിഷൻ. പിന്നെ നല്ല വൺ വേർഡ് ക്വസ്റ്റ്യൻ ഒക്കെ ഇങ്ങനെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. പൊതുവെ നിങ്ങൾക്ക് പേടിയാ കെമിസ്ട്രിയിലെ? പലപ്പോഴും പേടി ഉണ്ടാകുന്ന സാധനം അല്ലേ? ഓക്കെയാണ്, ഓണാണ് അല്ലേ? പക്ഷേ 9 ചാപ്റ്റേഴ്സ് ഉള്ളൂ. ഇനി വരാനിരിക്കുന്ന പൂരം അങ്ങനെയല്ല, 16ഉം 17ഉം ഒക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടാവും. ആരാ ഇത് തിരിച്ചു വരുന്നത്? എനിവേ അടിപൊളിയാക്കി അല്ലേ? അടുത്ത എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങുമല്ലോ. ഓക്കെ. അപ്പൊ നമ്മുടെ ആൺതരികളുണ്ട്, ഡോബയുടെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലെ പുലികളുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? എളുപ്പമായിരുന്നു? എല്ലാവർക്കും എളുപ്പമായിരുന്നു അല്ലേ? എങ്ങനെ കെമിസ്ട്രി പേപ്പറിനെ പറ്റി ഒരു അവലോകനം നടത്തി? നല്ല പ്രഭാഷകനായിട്ടോ നമ്മുടെ ആത്മരാമ് സംസാരിക്കുന്ന ആളാണ്. ഒന്ന് അവലോകനം നടത്തിക്കോ. എളുപ്പമായിരുന്നു. മോഡലിന് ഉള്ള അത്ര ഒരു മോഡലിൻ്റെ ആ ഒരു ഹൈപ്പ് ചോദിച്ചില്ല അധികം. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലെവൽ താന്നൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. പിന്നെ എങ്ങനെ നമ്മുടെ റിവിഷൻ പ്രോഗ്രാം ഒക്കെ? ഇവരൊക്കെ നന്നായി പഠിക്കുന്ന കുട്ടികൾ തന്നെ കേട്ടോ, നമ്മുടെ മക്കളാണ്. സോ എങ്ങനെ ഉണ്ടായിരുന്നു റിവിഷൻ പ്രോഗ്രാം ഒക്കെ? മൊത്തത്തിൽ ഒന്ന് വട്ടം കൂടി എന്നുള്ളൂ. എങ്ങനെ റിവിഷൻ പ്രോഗ്രാം ഒക്കെ എങ്ങനെ? നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഇംഗ്ലീഷിന് സ്ലോട്ട് കൊടുത്ത് ടൈമൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നത്തെ ദിവസം നമ്മൾ പേഴ്സണൽ റിവിഷൻ പ്ലാൻ തന്നു, രാത്രി തന്നു. പിന്നെ അതിൻ്റെ പ്ലാനൊക്കെ കുട്ടികൾക്ക് ഇപ്പം ഇതിൽ ജനറൽ കുട്ടികളൊക്കെ ഉണ്ടാവും, പുറത്തുനിന്നുള്ള നമ്മളെ മാത്രം വീഡിയോ അല്ലല്ലോ, പുറത്തേക്ക് പോകുന്ന കുട്ടികൾ. അപ്പോൾ ആ കുട്ടികളോട് എങ്ങനെ റിവിഷനെ നമ്മുടെ പ്ലാനൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ? യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. മീൻസ് ഒരു ഒറ്റ പ്രാവശ്യം മാത്രമല്ല റിവിഷൻ നടക്കുക. ഫുൾ ടോട്ടലി കണ്ടന്റ് പഠിച്ച് കഴിഞ്ഞിട്ട് ഒരു 1ാമത്തെ പ്രാവശ്യം 2ാമത്തെ പ്രാവശ്യം അതിൻ്റെ രാവിലെ പരീക്ഷയുടെ മുമ്പിൽ പരീക്ഷ എത്താനായിരുന്ന സമയത്ത് ഒരു റിവിഷൻ കൂടെ, അങ്ങനെ ഒരു 3 റൗണ്ട് റിവിഷൻ കഴിഞ്ഞിട്ടാണ് എക്സാം ഫേസ് ചെയ്യുന്നത്. അപ്പം എക്സാം വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ എഴുതാൻ കഴിഞ്ഞു. അതിനെക്കൊണ്ട് തന്നെ ഇപ്പോൾ യൂസ്ഫുൾ ആയിട്ട് തോന്നി. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9 ചാപ്റ്റേഴ്സ് മാത്രമേ കെമിസ്ട്രിക്കുള്ളൂ. ഇനി വരാനുള്ള ചാപ്റ്ററിൽ ഒരുപാട് ചാപ്റ്റേഴ്സുള്ള സബ്ജക്റ്റുകളാണ്. നന്നായിട്ട് നോക്കണം, വിട്ടുകൊടുക്കുക കേട്ടോ. മൊമെൻറ്റം അങ്ങനെ തന്നെ പോകണം കേട്ടോ. അപ്പോൾ ഓക്കെ. നമ്മൾ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞപ്പോൾ കുറച്ച് ക്ഷീണം ഉണ്ടായിരുന്ന ആളായിരുന്നു നമ്മുടെ സ്വാതി. എന്തോ ഒരു മാർക്കിന് ക്വസ്റ്റ്യൻ ഒക്കെ വിട്ടു എന്നുള്ള സങ്കടത്തിലായിരുന്നു. ആകെ ഇങ്ങനെ മൈക്ക് കയറ്റി വന്നപ്പോൾ പേടിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട് കെമിസ്ട്രി? എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു അല്ലേ? അതിന്റെ പലിശ സഹിതം വീട്ടിൽ എവിടെ എല്ലാം എഴുതിയാ? കംപ്ലീറ്റ് ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ എഴുതി. ഈ കോൺഫിഡൻസ് ആണ് ശരിക്കും ഡോപ്പയുടെ ഒരു വിജയം എന്ന് പറഞ്ഞിട്ടുണ്ട്. മക്കള് എല്ലാവരും ഫുൾ എഴുതി എന്ന് പറഞ്ഞിട്ടാണ്. മേലെന്നൊക്കെ 3rd ഫ്ലോറിൽ നിന്നൊക്കെ അഫ്സൽ സാർ കഴിഞ്ഞു പറഞ്ഞിട്ട് ഫുൾ വിളിച്ച് കൂവായിരുന്നു. അപ്പോൾ ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഇനി എന്താ അടുത്ത പ്ലാൻ? എന്താ
അടുത്ത് പഠിക്കണം ഏതാ മാത്സ് ഓർമ്മ ഉണ്ടല്ലേ നന്നായിട്ട് നോക്കാം, നന്നായിട്ട് റിവൈസ് ചെയ്തുകൊണ്ട് നല്ല ഉപകാരം കിട്ടുന്നില്ലേ? പിന്നെ കുറേ റിവിഷൻ നമ്മളൊക്കെ എത്ര റിവൈസ് ചെയ്തു അല്ലേ? ഒരു 4 റിവിഷൻ അറ്റ്ലീസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പ്ലാനിങ്ങിൽ തന്നെ നമ്മൾ 4 റിവിഷൻ കഴിഞ്ഞു. അതുകൊണ്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. സോ മക്കൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആൻസർ എഴുതാൻ വേണ്ടി ട്രൈ ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ റിവൈസ് ചെയ്യുക. നിങ്ങൾ എന്താണോ പഠിച്ച കാര്യം ലാസ്റ്റ് പിന്നെ പഠിക്കാൻ നോക്കാണ്ട് റിവൈസ് ചെയ്ത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എഴുതി നോക്കുക, നന്നായിട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത 2 കാന്താരികളാണ് നമ്മുടെ കൂടെ ഉള്ളത്, നമ്മുടെ സ്വന്തം മക്കളാണ്. സോ എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ്? രണ്ടുപേരും പറഞ്ഞോളൂ. സെറ്റ് ആയിരുന്നു. ബിഗ് സല്യൂട്ട്. 2 സാറുമാര്, അഷ്ഫാഖ് സാറും അഷ്റഫ് സാറും ബിഗ് സല്യൂട്ട് ഉണ്ട് എന്നാ പറഞ്ഞത്. നമ്മുടെ 2 കിഡു ഫാക്കൽറ്റീസ് അല്ലേ? എന്തൊക്കെ പറഞ്ഞു തന്നിക്കണം അത് മാത്രമേ വന്നിട്ടുള്ളൂ. ലൈക്ക് നമുക്ക് ഓപ്ഷൻസ് പോലും വിടേണ്ട ആവശ്യം വന്നില്ല. ലൈക്ക് എല്ലാതും ഒക്കെ അറ്റൻഡ് ചെയ്തേ, പറയാത്തതൊന്നും വന്നില്ല. പുതിയൊരു ക്വസ്റ്റ്യൻ ഫുൾ പ്രീവിയസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. ഓർഗാനിക് ഒക്കെ ലാസ്റ്റ് വെച്ച് തന്ന ക്ലാസ് ഒക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. സെയിം സാധനം വന്നിട്ടുണ്ടായിരുന്നു റിപ്പീറ്റ് ചെയ്തിട്ട്. റിവിഷൻ പ്ലാനിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നമ്മുടെ റിവിഷൻ കറക്റ്റ് സാർ ആ ടൈം വെച്ച് തന്നോണ്ട് ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്നു. അടിപൊളിയായി. ഒരു 4 റിവിഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഓക്കെ, അടുത്ത എക്സാം നോക്കണം, നന്നായിട്ട് മാർക്ക് വാങ്ങണം. ഓക്കെ, അപ്പം മക്കളെല്ലാവരും ഹാപ്പിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കെമിസ്ട്രി വളരെ സയൻസിലേക്ക് പോകുന്ന സയൻസിൻ്റെ വെരി ഫസ്റ്റ് എക്സാം ആയിരുന്നു ഇത്. മക്കളെല്ലാവരും നല്ല ഹാപ്പിയാണ്. അപ്പം അടുത്ത എക്സാമുകളും എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളെ റിലേറ്റീവായിട്ട് നിങ്ങളുടെ ആപേക്ഷികമായിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിലയിരുത്തണം. പോയിട്ടുണ്ട് എങ്കിൽ സാരമില്ല, പോയിട്ട് ഐ മീൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റിയിട്ടില്ല എങ്കിൽ സാരമില്ല. അടുത്ത എക്സാമുകൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൽ ഫോക്കസ് ചെയ്യുക, ഒട്ടും തളരേണ്ടതില്ല. ഇമ്പ്രൂവ്മെൻ്റ് എക്സാമുകളുണ്ട്. അടുത്ത എക്സാം ഒരിക്കലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല. നമ്മളൊക്കെ പറഞ്ഞ പോലെ മൂഞ്ചാൻ പാടില്ല. എന്ത് ചെയ്യുക? അടുത്ത എക്സാമിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുക. ഇത് വേണമെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി വെക്കുക. എന്നിട്ട് മാത്സും ഫിസിക്സും ബയോളജിയും സെറ്റാക്കുക, കമ്പ്യൂട്ടർ സയൻസും സെറ്റാക്കുക. അപ്പോൾ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. നെവർ ഗിവ് അപ്പ്, വിട്ടുകൊടുക്കാനേ പാടില്ല. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.